ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമാണ് വാസവൻ്റെ മകനെ കൊന്നതെന്ന കാര്യം നാട് മുഴുവൻ പാട്ടാകുകയാണ് കേട്ടോ. അങ്ങനെ വാസവനും അത് വിശ്വസിക്കുകയാണ്. വിക്രമാണ് തൻ്റെ മകൻ്റെ ജീവൻ എടുത്തതെന്ന കാര്യം വാസവൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമിനെയും വിക്രമിൻ്റെ കുടുംബത്തെയും തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. വിക്രമിനെ പച്ചയ്ക്ക് കത്തിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് വാസവൻ. ഇതേ സമയത്ത് ശ്രീനിവാസനാണെങ്കിൽ വിക്രമിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വാസവനും അവൻ്റെ ഗുണ്ടകളും നിനക്ക് പിന്നിലുണ്ട്, അതുപോലെ തന്നെ പോലീസുകാരും. അതുകൊണ്ട് എല്ലാവരും കൂടെ കരുതി കൂട്ടി നിനക്കൊരുക്കിയ കെണിയാണ്. ഇതിൽ നിന്ന് ഊരാൻ കുറച്ച് കഷ്ടപ്പെടും. അതുകൊണ്ട് നീ ഇവിടെയൊന്നും നിൽക്കണ്ട, എവിടേക്കെങ്കിലും ഒന്ന് മാറണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രമം പറയുന്നുണ്ട്, ഇതെന്താ സംഭവിച്ചെന്ന് എനിക്ക് ഒരെത്തും പിടിയില്ല. എന്തായാലും എല്ലാവരും കൂടെ എന്നെ വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നാണ് സാർ ആലോചിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ടേക്ക് അങ്ങ് പോന്നേര്. കാരണം നീ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ആരും നിന്നെ തപ്പാനും ഒന്നും വരില്ല. അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് തന്നെ അങ്ങ് ഒരു ദിവസം ഇവിടെ നിൽക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതുപോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. നിനക്ക് പറ്റിയ ഒരു ഒളിത്താവളം നമുക്ക് കണ്ടെത്താം. അതുകൊണ്ട് ആരും കാണാതെ നീ ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നേര്. ഇനി അധികം നീ അവിടെ ചുറ്റിക്കറങ്ങണ്ട. അതുപോലെ തന്നെ നിന്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് എവിടേക്കെങ്കിലും കളഞ്ഞേര് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വിക്രമും അതെല്ലാം കേട്ടിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ വിക്രം. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ നമ്മുടെ പുളിക്കൻ. എന്നിട്ട് പുളിക്കൻ ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, സാർ എല്ലാവരും പറഞ്ഞില്ലേ വിക്രം തന്നെയാണെന്ന്. എനിക്കും അങ്ങനെ സംശയം തോന്നി, അവൻ തന്നെയാണെന്ന്. വിക്രമേന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, സാറത് മറക്കരുത്, ഇപ്പോഴേ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. നമുക്ക് നേരെ ഒരു ബ്ലാക്ക് മാർക്ക് വീണാൽ തീരാവുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിക്രമിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? അവൻ്റെ പാട്ടിന് വിട്ടാൽ പോരെ? അവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നോളും. നമുക്ക് വല്ലാത്ത തലവേദനയൊക്കെ വലിച്ചു വയ്ക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീനിവാസൻ്റെ ഭാര്യയും പറയുന്നുണ്ട്, അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവനെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരണോ? അവൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവനല്ലായിരിക്കാം ആ വരുണിനെ കൊന്നത്. പക്ഷേ നാട് മുഴുവൻ അവനാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു കൊലയാളിയെ നമ്മുടെ വീട്ടിൽ ഒളിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് തകർക്കില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അവൻ ഈ ഒരു ദിവസം ഇവിടെ നിൽക്കുകയുള്ളൂ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവനെ ഇവിടെ നിന്ന് മാറ്റും. ഈ ഒരു ദിവസത്തേക്കിന് അവൻ നമ്മുടെ കൂടെ നിൽക്കട്ടെ. എത്രയൊക്കെ പറഞ്ഞാലും അവൻ കുറേ കാലം നമുക്ക് വേണ്ടിയിട്ട് പോരാടിയവനല്ലേ. ഇവിടെ അവനെ തപ്പാൻ ഒരുത്തനും വരില്ല. അതുകൊണ്ട് അവന് നീ മുറി കാണിച്ചു കൊടുക്കുക, അവനിവിടെ വന്നോളും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീനിവാസൻ്റെ വീട്ടിൽ നിൽക്കാൻ മനസ്സോടെയാണെങ്കിലും വിക്രമും അവിടേക്ക് വരികയാണേ. അങ്ങനെ ശ്രീനിവാസൻ്റെ ഭാര്യയാണെങ്കിൽ വിക്രമിനെ ഒരു റൂമിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ മുഖം കാണുമ്പോൾ തന്നെ വിക്രമിന് കാര്യം മനസ്സിലാകുകയാണ്. ഒരു അതൃപ്തി വിക്രമിനോടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുകയാണ്. പിന്നെ ശ്രീനിവാസൻ്റെ വാക്കിന് മുൻപിൽ അതൊരു മറുവാക്കില്ലാത്തത് കൊണ്ട് തന്നെ വിക്രം അവിടെ തന്നെ അങ്ങ് നിൽക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കുകയാണ് വിക്രം. പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ വാസവനാണെങ്കിൽ വിക്രമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. വിക്രമിനെ ഓടിച്ചിട്ട് പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് രാത്രിയും പകലുമെല്ലാം. പക്ഷേ അവിടെ നിന്നുമെല്ലാം രക്ഷപ്പെട്ട് ഓടിയതായിരിക്കും വിക്രം. ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ വിക്രമിനെ അന്വേഷിച്ച് വിക്രമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയായിരിക്കും വാസവൻ. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ആദ്യം ഒന്ന് ചവിട്ടി തുറക്കുന്നുണ്ട്. അങ്ങനെ വിനായകൻ്റെ നെഞ്ചത്ത് തന്നെ ചവിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനായകൻ പറയുന്നുണ്ട്, ഇവിടെ ഇല്ല, വിക്രം ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ തപ്പി ആ വീട് മുഴുവൻ അരിച്ചു പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാഷാണെങ്കിലും പറയുന്നുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവനുണ്ടെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞതിന് അവൻ ഇവിടെ ഇല്ല. അല്ല, ആ വരുണിനെ കൊന്നതാരാന്ന് നിങ്ങൾ പോയി അന്വേഷിക്കാനുള്ളത്. എൻ്റെ മകൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല, അവനല്ല ഇതൊന്നും ചെയ്തത്. നിങ്ങൾ രാഷ്ട്രീയക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കാണിക്കുന്നതിന് എൻ്റെ മകൻ എന്ത് പിഴച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നിൻ്റെ മോൻ ചെയ്ത തെറ്റിനി മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കണ്ട. എല്ലാവരും കണ്ട കാര്യമാണ്, നിൻ്റെ മോനാണ് എൻ്റെ മോനെ കൊന്നെന്ന്. അതുകൊണ്ട് അവനെയും എൻ്റെ മോൻ തീർന്നതുപോലെ തീർത്താതെ ഞാൻ അടങ്ങിയിരിക്കില്ല. എനിക്കുണ്ടായിരുന്ന
എൻ്റെ പൊന്നുമോനെയാണ് കൊന്നിരിക്കുന്നത്, എനിക്കുണ്ടായിരുന്ന ആകെ സമ്പാദ്യം, അതുകൊണ്ട് അത് അത്രയ്ക്ക് ഇങ്ങോട്ടൊന്നും ഞാൻ മറക്കില്ല, നിൻ്റെ മകനെ തീർത്തിട്ടേ ഇനി ഞാൻ ഇവിടേക്ക് വരുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. നിങ്ങളൊക്കെ കരുതിയിരുന്നോ? പിന്നെ വിക്രമിനെ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവനെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോ, ഇനി അവൻ അധിക ആയുസില്ല, അവൻ്റെ ആയുസ് ഈ വാസുവിൻ്റെ കയ്യിലായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മാഷിൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് മാഷിനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വാസുവൻ. അങ്ങനെ ഇതെല്ലാം കണ്ട് ആകെ ഭയന്ന് കമലാമ്മ തലചുറ്റി വീഴുകയാണേ. അങ്ങനെ കമലാമ്മയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് കേട്ടോ എല്ലാവരും കൂടെ. ഈ വിവരങ്ങളൊക്കെ തന്നെ വിക്രമിനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം തൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ആകെ ഒരു പ്രാണവേദനയോട് കൂടി ഇരിക്കുകയാണേ. അങ്ങനെ വിക്രം വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ കാണണം, അമ്മയ്ക്ക് എന്താ പറ്റിയ, പാവം ഞാൻ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് എൻ്റെ വീട്ടുകാർക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല, നിന്നെ കിട്ടാഞ്ഞിട്ട് വീട്ടിൽ കയറി അതിക്രമം കാണിച്ചത് അവർ, സാരമില്ല, ഇപ്പം നീ പുറത്തിറങ്ങാൻ നിന്നാൽ നിന്നെ അവർ പിടികൂടും, അതുകൊണ്ട് നീ ഇപ്പോൾ പുറത്തിറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് അമ്മേനൊന്ന് കണ്ടാൽ മതി, അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അമ്മേനൊന്ന് കണ്ട് കാര്യങ്ങൾ പറയണം, അമ്മയോടൊന്ന് സംസാരിക്കണം, ഞാനല്ല ഇത് ചെയ്തതെന്നും എനിക്ക് വീട്ടുകാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം, അതുകൊണ്ട് അമ്മ ഏത് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടം വരെ ഒന്ന് പോകുക സർ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്നും പോകുകയാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വേദയും അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിൻ്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, വിക്രമിനെ സൂക്ഷിച്ചോണം, വിക്രമിൻ്റെ പിന്നാലെ 4 പാടും ആളുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിക്രമിനെ സേഫ് ആയിട്ട് തന്നെ കൊണ്ടുപോക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ കമലാമ്മയാണെങ്കിൽ തല ചുറ്റി വീണു എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വാസുവിൻ്റെ ഗുണ്ടകൾ വന്ന് അതിക്രമങ്ങൾ കാണിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ വേദയും അറിയാണേ. അങ്ങനെ കമലാമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വേദയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. ഈ സമയത്ത് മുഖമൊക്കെ മറിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മുടെ വിക്രം ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ കമലാമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ വിക്രം അവിടേക്ക് വരും എന്നുള്ള കാര്യം വാസുവിൻ്റെ ഗുണ്ടകൾക്ക് അറിയാഞ്ഞത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കാവൽ നിൽക്കുമായിരിക്കും കേട്ടോ കുറേ ഗുണ്ടകൾ. അപ്പോൾ അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചായിരിക്കും വിക്രം മുഖമൊക്കെ ഒരു തോർത്ത് കൊണ്ട് മറച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അങ്ങനെ കമലാമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. ഈ സമയത്ത് നമ്മുടെ വിക്രം വന്ന് കമലാമ്മേനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ വിക്രമിൻ്റെ അച്ഛനോട് സുധാകരൻ മാഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഞാനല്ല ചെയ്തത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, എനിക്ക് നിന്നെ 100% വിശ്വാസമാണ്, എൻ്റെ മകനെ എനിക്കറിയാം, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആറി തണുക്കുന്നത് വരെ നീ ഇവിടെ നിന്ന് മാറി നിൽക്കണം, അതുകൊണ്ട് നീ ഇപ്പോൾ ഇവിടേക്ക് വരണ്ട, കമലത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഈശ്വരൻ ഞങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് നീ സുരക്ഷിതനായിട്ടിരിക്കണം, നീ എവിടേക്കെങ്കിലും പോയിക്കോ, ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ വിക്രമിനെ അവിടെ വെച്ച് വേദ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിലും കമലാമ്മയോടും അതുപോലെ തന്നെ മാഷിനോടും ഒക്കെ സംസാരിക്കുന്നത് വിക്രം കേൾക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിനോടുള്ള വേദയുടെ കരുതലും സ്നേഹം അന്ന് തിരിച്ചറിയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് തന്നോട് യാതൊരുവിധ വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല എന്നും വേദ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും മറ്റെന്തോ കാരണങ്ങളാൽ തന്നെ വിട്ടു പോയതാണെന്നും ഒക്കെയുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ വെച്ച് നമ്മുടെ വിക്രം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവിടേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. ഈ സമയത്ത് നമ്മുടെ പുളിക്കനാണെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വിക്രമിനെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അവനെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടിക്കോളും, SI സാറും അതുപോലെ തന്നെ വാസവനും അവൻ്റെ ഗുണ്ടകളൊക്കെ പരക്കം പാഞ്ഞ് നടക്കുക, അവനേത് ലോകത്ത് ചെന്ന് ഒളിച്ചെന്ന് പറഞ്ഞാലും അവനെ പൊക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത്രയും നേരമായിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ കിട്ടിക്കൊള്ളുന്നേ, എല്ലാവരും 4 വാർഡ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, എന്നാലേ എനിക്കറിയാം അവൻ എവിടെയാ ഉള്ളതെന്ന് എന്ന് പറയുമ്പോൾ എവിടെ ഉള്ളതെന്ന് നിനക്കറിയാമോ, എന്നാ പറ എവിടെയാ എന്ന് പറയുമ്പോൾ അതെ ഞാനാ പറഞ്ഞെന്ന് ആരും അറിയരുത് കേട്ടോ, ഇല്ല അതൊക്കെ പറയുമോ, താൻ കാര്യം പറയടോ, അവൻ എവിടെയാ ഉള്ളത്, അവൻ്റെ കഥ തന്നെ തീർക്കണം, പോലീസുകാരെ കൊണ്ട് അവനെ പിടിപ്പിച്ച പിന്നെ വാസവൻ തന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും, പോലീസുകാരുടെ കയ്യിൽ നിന്ന് അവൻ തന്നെ അവനെ തട്ടിയെടുത്തുകൊണ്ട് പോയി കൊല വിളിച്ചോളൂ, ഇതിനാലൊന്നും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ.
ഈ സമയത്ത് വാസവൻ പറയുന്നുണ്ട്, എന്നാലേ അവൻ നിങ്ങളുടെയൊക്കെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെയുണ്ട്. ദേ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലുണ്ട്, ഇന്നലെ തന്നെ വിളിച്ച് കയറ്റിയിട്ടുണ്ട്. ഇപ്പോഴേ അവൻ്റെ അമ്മ എങ്ങാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയതാ, ഇവിടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ വരണമെന്നില്ല, ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തി അവനെയും പൊക്കിയെടുത്തിട്ട് പോയാൽ മതി. ഇപ്പോഴെങ്ങാനും വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് അറിയും, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ കാരണം എല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി അവനെ പൊക്കാൻ വരാവുള്ളേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ട്, എടോ താൻ അതൊന്നും പറഞ്ഞ് എന്നെ മനസ്സിലാക്കിപ്പിക്കേണ്ട, എല്ലാ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് ഞാൻ ചെയ്തോളാം. ദേ ഇത്രയും നാളും ഞാൻ ചെയ്തൊന്നും പാഴായി പോയിട്ടില്ല, ഒരു വെടിക്ക് 2 പക്ഷിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ വെക്കുകയാണ് കേട്ടോ. അപ്പോഴും പുളിക്കാൻ പറയുന്നുണ്ട്, ദേ ഞാനാ പറഞ്ഞതെന്ന് യാതൊരുവിധ കാരണവശാലും ആരും അറിയരുതേ എന്ന് പറയുമ്പോൾ താൻ പേടിക്കണ്ടോ, തൻ്റെ പേര് എവിടെയും പറയില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ വെക്കുകയാണേ. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ SIനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, അവൻ ശ്രീനിവാസൻ്റെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ ശ്രീനിവാസൻ്റെ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ശ്രീനിവാസൻ്റെ ഭാര്യ സുധയ്ക്കാണെങ്കിൽ വല്ലാത്ത ഭയമാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദേ പോലീസുകാരെത്തിയിട്ടുണ്ട്, ഇനി എന്തൊക്കെ പുകിലാണോ നടക്കുന്നത്, ഇവിടെ സെർച്ച് ചെയ്യാൻ എത്തിയതായിരിക്കും. ഇവിടെ വെച്ച് ആ വിക്രമിനെ പിടികൂടിയാൽ പിന്നെ നാളെ പത്രത്തിലെല്ലാം കൊലയാളിനെ ഒളിപ്പിച്ചത് ശ്രീകാര്യം ശ്രീനിവാസനെന്നായിരിക്കും വാർത്ത വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കും, ബാക്കിയുള്ളവരെ കൂടെ ടെൻഷൻ എടുപ്പിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് പോലീസുകാർ വരുമ്പോൾ, എന്താ സാറേ ഈ വഴിക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാറിൻ്റെ വലം കൈ ഉണ്ടല്ലോ ആ വിക്രം സുധാകരൻ, അവൻ ഒരുത്തനെ കൊന്നു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, ചൂടുള്ള വാർത്തയായിട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അവനെ പൊക്കാൻ വേണ്ടി വന്നത്. അവനെ പൊക്കാൻ അവൻ്റെ വീട്ടിലേക്കല്ലേ ചെല്ലേണ്ടത്, അല്ലാതെ ഇവിടേക്കല്ലല്ലോ. അവൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിരുന്നു, അവിടെങ്ങും അവനെ കണ്ടില്ല. പിന്നെ അവൻ വരാൻ സാധ്യതയുള്ളത് ഇവിടെ തന്നെ, സാധ്യത എന്നല്ല, അവൻ ഇവിടെ തന്നെ ഉണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം. നിങ്ങളോട് ആര് പറഞ്ഞു? അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്കറിയാന്നേ, ഞങ്ങളിപ്പോൾ പൊക്കി എടുത്തിട്ട് വരുമ്പോൾ സാറ് കണ്ടേച്ചാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അല്ല, എൻ്റെ വീട് സെർച്ച് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കാരാ തന്നത് എന്ന് പറയുമ്പോൾ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് സാർ ഒത്തിരി അങ്ങ് ഇതാവല്ലേ, ഇതേ സാറിൻ്റെ വീട് സെർച്ച് ചെയ്യാനുള്ള കോടതി ഉത്തരവോടുകൂടി തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പർ കടലാസ് ശ്രീകാര്യം ശ്രീനിവാസന് മുൻപിലേക്ക് പോലീസുകാർ നീട്ടുകയാണേ. അതിന് മുൻപിൽ ഒന്നും മിണ്ടാനാവാതെ ശ്രീനിവാസനും അങ്ങനെ നിൽക്കാനുട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ്റെ വൈഫാണെങ്കിൽ ആകെ പേടിച്ചിരുണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ നിൽപ്പുണ്ടായിരിക്കും കേട്ടോ വിക്രം. അതുകൊണ്ട് തന്നെ വിക്രം ആരും അറിയാതെ, ആ പോലീസുകാരൊന്നും അറിയാതെ തന്നെ പുറകിലത്തെ ആ ഒരു ജനാല കമ്പിയിലൂടെ ഒരു ഷോൾ വലിച്ചു കെട്ടി അതിലൂടെ വലിഞ്ഞിറങ്ങി ആ മതിൽ ചാടി അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാർ മുകളിലെല്ലാം ചെന്ന് തപ്പുമ്പോൾ അവിടെങ്ങും നമ്മുടെ വിക്രം പോയിട്ട് വിക്രമിൻ്റെ പൊടി പോലും കാണുന്നില്ലേ. അങ്ങനെ ചമ്മി നാറി അവരിറങ്ങി വരണുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീനിവാസനോട് പറയുന്നുണ്ട്, താനെ എവിടെ കൊണ്ട് അവനെ ഒളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും, അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഈ ഞങ്ങൾ വരുന്ന കാര്യം അവൻ എങ്ങനെയോ അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങളെ എവിടെയാണെങ്കിലും അവനെ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീനിവാസനും പറയുന്നുണ്ട്, അതെ സാറേ, സാറുമാരെ മറ്റുള്ള അവന്മാരുമായിട്ട് കളിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് കളി പഠിപ്പിക്കാൻ വരല്ലോ കേട്ടോ, ഞാൻ കുറേ ഓണം സാറിനെയൊക്കെ കാട്ടിലും കൂടുതലുണ്ടവനാ എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസനും അങ്ങനെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ പോലീസുകാർ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചങ്കത്ത് കൈവച്ചിട്ട്, എൻ്റെ ഭഗവാനെ, എൻ്റെ നെഞ്ചിൽ ഇടുത്തി വീണ പോലെ ആയിരുന്നു, എന്നാലും ആ വിക്രം ഇതെവിടെ പോയി, അവൻ മുകളിലില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും ശ്രീനിവാസൻ പറയുന്നുണ്ട്, അവൻ ഇതിനോടകം രക്ഷപ്പെട്ട് കാണും, ചിലപ്പോൾ പോലീസുകാർ വരണത് അവൻ നേരത്തെ കണ്ടു കാണുമെന്നേ എന്നൊക്കെ പറയുമ്പോൾ പുളിക്കനാണെങ്കിലും ആകെ ദേഷ്യം വന്ന് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പുളിക്കാൻ പറയുന്നുണ്ട്, ശ്രീകാന്തനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പ്ലാനിങ്ങളെല്ലാം ചീറ്റിപ്പോയി, അവനാണെങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു, പോലീസുകാർ വരുന്നതിന് മുൻപേ തന്നെ അവൻ വരുന്നത് എങ്ങനെയോ മണത്തറിഞ്ഞെന്ന് തോന്നുന്നു, അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു, അവനെ വിടരുത് ശ്രീകാന്തെ, അവൻ ഈ പരിസരത്ത് എവിടെയോ തന്നെ ഉണ്ട്, അവൻ അധിക ദൂരം പോകാൻ നേരായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടോ. അങ്ങനെ ശ്രീകാന്തും ഈ ന്യൂസ് അതേപടി വാസുവിൻ്റെ ചെവിയിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാസുവിൻ്റെ ഗുണ്ടകളും പോലീസുകാരും എല്ലാവരും കൂടെ പരക്കം പാഞ്ഞ് നമ്മുടെ വിക്രമിനെ ഇങ്ങനെ തേടി നടക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദയാണെങ്കിൽ ആകെ ചങ്ക് തകർന്ന് നിൽക്കുകയായിരിക്കും കേട്ടോ. വേദയാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അങ്ങനെ വിക്രം പോകുന്ന വഴിയിലൂടെ എല്ലാം തന്നെ ഫോളോ ചെയ്ത് നമ്മുടെ വേദയും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ
വേദനെ കാണാൻ വിക്രം അന്നത്തെ ദിവസം രാത്രിയിൽ വീട്ടിലേക്കൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തുന്ന വിക്രത്തിന് വേദ മനസ്സറിഞ്ഞ് തന്നെ സ്വീകരിക്കുകയാണ്. അങ്ങനെ വേദയോട് പറയുന്നുണ്ട്, അപ്പോൾ തൻ്റെ മനസ്സിൽ ഇത്രയും സ്നേഹവും പ്രണയവും ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണല്ലേ താൻ എന്നെ വിട്ടിട്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതൊക്കെ നീണ്ട കഥയാണ്, അതൊക്കെ ഇപ്പം പറയേണ്ട കാര്യമേ ഇല്ല, ഇപ്പം അതിലും വലിയ കാര്യങ്ങൾ നടക്കുകയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, തനിക്ക് ഒരുപാട് തല്ലൊക്കെ കിട്ടിയോ, ആകെ ദേഹമൊക്കെ വല്ലാത്തൊരു ഇതിൽ നിൽക്കുകയാണല്ലോ, ആരെങ്കിലുമൊക്കെ പഞ്ഞി കിട്ടും തോന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, കുറേ എല്ലാവരും കൂടെ പിടിക്കാൻ വന്നപ്പോൾ ഓടിയും ചാടിയും ഒക്കെ മേലൊക്കെ ആകെ ഇതായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്നാലേ ഞാൻ കുറച്ച് ചൂട് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ ഡ്രസ്സൊക്കെ മുഷിയുമ്പോൾ അതെല്ലാം അതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരു ടീഷർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേദയുടെ സ്നേഹവും ആ ഒരു വാത്സല്യവും ഒക്കെ തന്നെ തിരിച്ചറിയാൻ കേട്ടോ വിക്രം. അങ്ങനെ പിന്നീടാണ് വിക്രം അവിടെ നിന്നും മറ്റെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. ആ ഒരു സമയത്ത് വാസവൻ്റെ ഗുണ്ടകൾ വിക്രത്തിനെ കാണാനിടയാകുകയും വിക്രത്തിനെ പിന്തുടർന്ന് പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയാണെങ്കിലും വാസവൻ വിക്രത്തിനെ കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വിക്രത്തിനെ അവിടെ തന്നെ നിന്ന് മാറ്റിക്കണം, എങ്ങനെയെങ്കിലും വിക്രത്തിനെ രക്ഷിക്കണം, വാസവൻ പിന്നാലെ തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയും പോകുമായിരിക്കും. ഈ ഒരു സമയത്തായിരിക്കും രാത്രിയിൽ വേദ ഇറങ്ങുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അതായത് വിക്രം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ വിക്രത്തിനെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും വിക്രത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ശ്രീകാന്ത് ആണ് എന്നുള്ള ഒരു പരമാർത്ഥം കൂടി നമ്മുടെ വേദ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ ഏട്ടനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെയാണ് വേദ കേൾക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ വാസവൻ കാണുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കാട്ടിലൂടെ ഓടി പോകുകയാണ് വിക്രം. പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ വാസവനും. അങ്ങനെ വാസവനാണെങ്കിൽ വിക്രമിനെ പിടി കിട്ടാതെ വരുമ്പോൾ തൻ്റെ കീശയിലിരുന്ന ആ ഒരു തോക്കെടുത്തിട്ട് വിക്രമിനെ ചൂണ്ടി വെടിവെക്കുകയാണ്. ആ വെടി ഏൽക്കുകയാണ് കേട്ടോ വിക്രമിന്. അങ്ങനെ വെടിയേറ്റ് വീണ് കിടക്കുന്ന വിക്രമിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തുകയാണ് വാസവൻ. പക്ഷെ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ വിക്രം മാറി ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിൽക്കായിരിക്കും. അങ്ങനെ വാസവൻ തേടിയിട്ട് കാണുന്നില്ല. അപ്പോഴും വാസവൻ്റെ മനസ്സിലൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വെടിയേറ്റിട്ടുണ്ട്, ഇതിനോടകം അവൻ ചത്ത് മണ്ണടഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടായിരിക്കും വാസവൻ അവിടെ നിന്നും സംതൃപ്തി അടഞ്ഞതോടുകൂടി പോകുന്നത്. അതായത് തൻ്റെ മകനെ കൊന്ന വിക്രമിനെ കൊന്ന ആ ഒരു സംതൃപ്തി അടഞ്ഞായിരിക്കും നമ്മുടെ വാസവൻ വീട്ടിലേക്ക് തിരികെ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് വിക്രമിന് പിന്നാലെ വാസവൻ ഉണ്ടെന്നുള്ള സത്യം അറിഞ്ഞ വേദയും കൂട്ടരും കൂടെ വിക്രമിന് പിന്നാലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ തൻ്റെ ഫോണെടുത്ത് വേദയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വേദ വിക്രമുള്ള ആ ഒരു സ്ഥലത്ത് ചെല്ലുകയും അങ്ങനെ വിക്രമിനെയും കൂട്ടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിക്രമിൻ്റെ ആ ഒരു ഫ്രണ്ട്, അതായത് വർക്ക്ഷോപ്പിലുള്ള ആ ഒരു കുമാരേട്ടൻ പറയുന്നുണ്ട്, വിക്രമിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, വിക്രമിനെ പോലീസുകാർ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെ എന്താ ചെയ്യുക, ഇവൻ്റെ ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവനെ ചികിത്സിക്കാതെ പറ്റുകയുമില്ല എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രമിനെ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം, എനിക്ക് പരിചയത്തിലുള്ളൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറോടൊന്ന് ചികിത്സിക്കാമോന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ആരും കാണാതെ വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ റൂമിൽ കൊണ്ടുവന്നിട്ട് ആരും അറിയാതെ വിക്രത്തിന് അവിടെ നിർത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേദയുടെ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിക്കാൻ കേട്ടോ. അങ്ങനെ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലേക്കൊന്ന് വരുമോ എന്നൊരു സഹായം ചോദിക്കുകയാണ്. ആ ഫ്രണ്ട് ഡോക്ടറാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് വിക്രമുള്ള ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്യാണ്. ആ ഒരു സമയത്തെല്ലാം വിക്രമാണെങ്കിൽ വേദന കൊണ്ട് പൊളയുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ അത്രയും സജ്ജീകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം വിക്രമിന് വല്ലാത്തൊരു അവസ്ഥ തന്നെ ആയിരിക്കും ആ ഒരു സമയത്തൊക്കെ. അങ്ങനെ വിക്രം വേദന കൊണ്ട് പുളയുമ്പോൾ നമ്മുടെ വേദയ്ക്കും അത് സഹിക്കാൻ പറ്റുന്നതിൽ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും കേട്ടോ. വിക്രം കരയുന്നതിനോട് കൂടെ തന്നെ വേദയും കരയായിരിക്കും കേട്ടോ. അങ്ങനെ വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും സ്വാന്തനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വേദ. അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് പറയുന്നുണ്ട്, എന്ത് കേസോ എന്തെങ്കിലും വന്നെങ്കിലും അതിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തിയേക്കരുത്, ഇതൊക്കെ ഞങ്ങളുടെ എത്തിക്സിന്
ഡിവോഴ്സിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഡോക്ടർ അവിടെ നിന്നും പോകുന്നത്. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും നീ ടെൻഷൻ അടിക്കണ്ട, നിനക്ക് യാതൊരുവിധ ഇതും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വേദയും ആ ഡോക്ടർ ആയ ഫ്രണ്ടിനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ വിക്രമിൻ്റെ വേദനയൊക്കെ ചെറുതായിട്ടൊന്ന് ശമിക്കുമ്പോൾ എല്ലാവിധ ഫസ്റ്റ് എയ്ഡും അതുപോലെ തന്നെ എല്ലാവിധ ഇതും ചെയ്തു കൊടുക്കാനും കേട്ടോ വേദ ഒരു അമ്മയുടെ കരുതലോടുകൂടി, ഒരു ഭാര്യയുടെ ആ ഒരു സ്നേഹത്തോടുകൂടി സാന്ത്വനത്തോടുകൂടി ആയിരിക്കും കേട്ടോ വേദ നമ്മുടെ വിക്രത്തിനെ പരിചരിക്കുന്നത്. ആ ഒരു പരിചരണത്തിലൂടെ തന്നെ വേദയ്ക്ക് വിക്രമിനോടുള്ള ആ ഒരു ആത്മാർത്ഥമായ സ്നേഹം വിക്രവും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരസ്പരം ഒന്നിക്കാനുള്ള ഒരു കാരണമാകുകയാണ്. ഈ സമയത്ത് വേദയുടെ റൂമിൽ നിന്നും സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അമ്മയൊക്കെ വരുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം വിക്രമിനെ ഒളിപ്പിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ വേദ. അങ്ങനെ വേദയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഫുഡ് വേദ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രത്തിനും നൽകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടണയുന്നിടം വരെ തന്നെ നമ്മുടെ വേദയാണെങ്കിൽ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പുളിക്കനിലേക്ക് വേദയുടെ സംശയം എത്തിക്കാൻ കേട്ടോ. അങ്ങനെ പുളിക്കൻ ഇതിനിടയിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വേദ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശ്രീകാന്തും ഇതിനിടയിലുണ്ട് എന്നുള്ള കാര്യം വേദയ്ക്ക് വ്യക്തമാകുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ ഇതിനെതിരെ കേസ് കൊടുക്കുകയും അതുപോലെ തന്നെ വാസുവിനെ കണ്ട് സംസാരിക്കാനൊക്കെ ചെല്ലുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രത്തിനെ ഈ കേസിൽ നിന്നും ഊരുന്നുണ്ട്. അതിനുശേഷം വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പരസ്പരം സ്നേഹത്തോടു കൂടി ഇവരൊരുമിച്ച് ജീവിക്കുന്ന ആ ഒരു കഥാമുഹൂർത്തങ്ങളിലൂടെയൊക്കെ ആയിരിക്കും കേട്ടോ ഇനി കഥ മുൻപോട്ട് പോകുക.